ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റായിട്ട് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് രണ്ട് പേര് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് എൻ്റെ വ്ളോഗിനൊരു ഹായ് ഒക്കെ തന്ന് രണ്ടുപേരും ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും ചാർട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഒരു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്ന് ഞാനും പൂജ ദീദിയും സോണി ദീദിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വന്ന് ജോയിൻ ചെയ്തു. എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. നമ്മുടെ ഹെക്റ്റിക് ആയിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് ആകെയുള്ളൊരു സമാധാനം വെളുപ്പിന് കിട്ടുന്ന ഒരു ചായയും ബിസ്ക്കറ്റും പിന്നെ അതുപോലെ കിട്ടുന്ന ഈ ഒരു ഫുഡിൻ്റെ സെക്ഷനുമാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അപർണ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളും ഡോമ ദീദിയും കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവരാണെങ്കിൽ നമ്മുടെ ഈ കപ്പക്കോലും അതുപോലെ തന്നെ നമ്മുടെ ഈ വെട്ടി കേൾക്കുന്ന കഴിച്ചിട്ടില്ല. അത് എന്ത് സാധനമാണെന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഡോമ ദീദി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ മെട്രോയിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. ദീദിയാണെങ്കിൽ എന്നോട് എന്തോ സംസാരിക്കാൻ വേണ്ടി തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ചമ്മി തിരിച്ച് നടന്നു പോവുകയാണ്. അങ്ങനെ ഞാനും സോണി ദീദിയും പൂജ ദീദി ഒരുമിച്ച് മെട്രോയിലേക്ക് പോവുകയാണ്. പൂജ ദീദി വേറെ റൂട്ടായിരുന്നു. അങ്ങനെ ഞാനും സോണി ദീദിയും ഒരുമിച്ച് മെട്രോയിൽ കയറി. ഞാനാണെങ്കിൽ നല്ല ടയേർഡായിരുന്നു. സോണി ദീദി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ അടിക്കും എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദീദിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 12 മണിക്കൂറത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി, എനിക്ക് ഫുഡൊന്നും വേണ്ടേ എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. അങ്ങനെ റൂമിൽ ചെന്ന് ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. അതിനുശേഷം ഒരു കേക്കൊക്കെ കഴിച്ചു. ഇത് കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല പോലെ ഫില്ലാവും. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള ഇതാണ്. എൻ്റെ അതേ അവസ്ഥയായിരിക്കും ഈ ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാവർക്കും. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ വെയിലടിച്ചിട്ട് എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. ബൈ ബൈ.